നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യ തലസ്ഥാനത്ത് മാരത്തോൺ സമരങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. തീർച്ചയായും ഇത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ്. ഇതിൽ ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരുങ്ങാൻ പോകുന്ന പ്രക്ഷോഭം അത് സംഘടിപ്പിക്കുന്നത് കർണാടക തന്നെയാണ്. കർണാടകത്തിൽ നിന്നുള്ള എല്ലാ ഭരണപക്ഷ MLA-മാരും ദില്ലിയിലെ തെരുവ് വീഥികളിൽ പ്രതിഷേധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് 7-ാം തീയതിയാണ് നടക്കുന്നത്. നമുക്കറിയാം, അതിന്റെ തൊട്ടടുത്ത ദിവസം 8-ാം തീയതി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം സ്വന്തം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാതെ രാജ്യ തലസ്ഥാനത്ത് ചെന്ന് നിന്നുകൊണ്ട് തന്നെ മോദിയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം വിജയ സാധ്യത വളരെയധികം പരിങ്ങലിലാണ്. എന്തായാലും ഇതിന് പിന്നിലുള്ള ഒരു അജണ്ട വ്യക്തമാണ്. കാരണം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ INDA ബ്ലോക്കിലാണ് ഉള്ളത്, പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷെ ഇതുവരേക്കും കാര്യമായ ചലനം പ്രതിപക്ഷ മുന്നണിക്ക് INDAക്ക് രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മോദി എഫക്റ്റിനെ അവർ ഭയന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. തീർച്ചയായും കൂടുതൽ മാധ്യമ ശ്രദ്ധ ഇവർക്ക് ലഭിക്കും. മോദിക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇവർ സംസാരിക്കുന്നതിലൂടെ 2 ദിവസമെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കുകയും ചെയ്യും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രാജ്യ തലസ്ഥാനത്ത് തന്നെ ചെന്ന് കേരളവും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി അരങ്ങേറുന്നുണ്ട്. പക്ഷേ അത് രാജ്യ തലസ്ഥാനത്തല്ല, മറിച്ച് തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലാണ്. നമുക്കറിയാം AIDMK NDAയിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇന്നലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ AIDMKയിൽ തന്നെ 2 വിഭാഗമുണ്ട് എന്ന് നമുക്കറിയാം, OPS-ഉം EPS-ഉം. ഈ എടപ്പാടി പളനിസ്വാമി അഥവാ EPS-ന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പുതുച്ചേരിയിൽ ഒരു വലിയ സമര പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരിക്കുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ചങ്കിടിപ്പ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് തന്നെ മോദിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ബജറ്റിലടക്കം, ഇടക്കാല ബജറ്റിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പോ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നത് വിളിച്ചു പറയുന്നത് തന്നെയാണ്. ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. തീർച്ചയായും ഇപ്പോൾ ഒരു BJP അനുകൂല തരംഗം അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിൽ കൂടി അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളവും തമിഴ്നാടും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ മോദിയെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.